എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നെക്സ്റ്റ് ജനറേഷൻ എൻക്ലെക്സ് ആർ എൻ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് വിവരങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നെക്സ്റ്റ് ജനറേഷൻ എൻക്ലെക്സ് ആർ എൻ എക്സാം എന്ന് പറയുന്നത് USA, കാനഡ ആൻഡ് ഓസ്ട്രേലിയ ഈ രാജ്യങ്ങളിലേക്ക് പോകാനും അവിടെ വർക്ക് ചെയ്യാനും ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് എഴുതേണ്ട ഒരു എക്സാം ആണ്, ഒരു നഴ്സിംഗ് ടെസ്റ്റ് ആണ് എൻക്ലെക്സ് ആർ എൻ എക്സാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ടെസ്റ്റ് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഈ എൻക്ലെക്സ് ആർ എൻ എക്സാം ഒരു CAT ടെസ്റ്റ് ആണ്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അഡാപ്റ്റീവ് ടെസ്റ്റിംഗ്. ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്താ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അഡാപ്റ്റീവ് ടെസ്റ്റിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇത് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. പിന്നെ അതുപോലെ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ഇവിടെ നമുക്ക് ഒരു പ്രീ സെറ്റ് ക്വസ്റ്റ്യൻസ് അല്ല ഉള്ളത്. എല്ലാ കാൻഡിഡേറ്റിനും കിട്ടുന്ന എക്സാമിന് അല്ലെങ്കിൽ അവർ അറ്റൻഡ് ചെയ്യുന്ന എക്സാമിൽ ഒരു ലാർജ് പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു കാൻഡിഡേറ്റ് ഒരു ക്വസ്റ്റിന് ചെയ്യുന്ന ആൻസറിനെ റിലേറ്റ് ചെയ്താണ് അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ആ കാൻഡിഡേറ്റിന് കിട്ടുന്നത്. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ എക്സാം തുടങ്ങി, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, കാൻഡിഡേറ്റ് അതിന് ഉത്തരം ക്ലിക്ക് ചെയ്തു. ആ ഉത്തരം ശരിയാണെങ്കിൽ അടുത്തു വരുന്ന ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അതേസമയം ആ ഉത്തരം ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റിപ്പോയെങ്കിൽ അടുത്തു വരുന്ന ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇതിൻ്റെ അർത്ഥം ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റിന് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്നും വരാം, ഇത് നേരത്തെ ക്വസ്റ്റിനേക്കാളും കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണല്ലോ, അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ ക്വസ്റ്റിനേക്കാളും കുറച്ചുകൂടെ ഈസി ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് നമുക്ക് മനസ്സിലായേക്കാം, ചിലപ്പോൾ മനസ്സിലായില്ല എന്നും വരാം. അപ്പൊ ഇവിടെ ഈ ലാർജ് പൂൾ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഈ ക്വസ്റ്റ്യൻസിനെ പല ലെവൽസ് ഓഫ് ഡിഫിക്കൽറ്റിയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കും. അപ്പോൾ ആ കാറ്റഗറൈസ് ചെയ്യുന്നതിന് വേറെ ചില നിയമങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ തന്നെ. അപ്പൊ എന്തായാലും ഈ ലെവൽ ഓഫ് ഡിഫിക്കൽറ്റിക്ക് അനുസരിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻസ് ഈ കാൻഡിഡേറ്റിന് കിട്ടുന്നത്. അതായത് കമ്പ്യൂട്ടർ ആണ് തീരുമാനിക്കുന്നത് ഈ കാൻഡിഡേറ്റിന് അടുത്തത് ഏത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് ഡിഫിക്കൽറ്റിയിലുള്ള ക്വസ്റ്റ്യൻ കൊടുക്കണമെന്ന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ആണ് ഒരാളിൻ്റെ എബിലിറ്റി ലെവൽ മെഷർ ചെയ്ത് അതിനനുസരിച്ച് അടുത്ത ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. ഇനി നമുക്ക് നോക്കാം, ഒരാൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം അല്ലെങ്കിൽ അതിനകത്തുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ എൻക്ലെക്സ് ആർ എൻ ടെസ്റ്റ് പ്ലാനിൻ്റെ കോണ്ടന്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഓരോ പെർസെൻറ്റേജ് വൈസ് ഇവിടെ നോക്കിയാലും നമുക്ക് കാണാം, ഈ മാനേജ്മെന്റ് ഓഫ് കെയർ എന്ന ഏരിയയിൽ നിന്നാണ്, അത് ഏത് ഡിസീസ് കണ്ടീഷൻ്റെ ആകാം, അതല്ലെങ്കിൽ മെഡ് സർജറി, പീഡിയാട്രിക്സ് ഓർ സൈക്കാട്രി, ഏത് ടോപ്പിക്കിൽ നിന്നുമുള്ള മാനേജ്മെന്റ് ഓഫ് കെയർ എന്ന ഏരിയയിൽ നിന്ന് ആണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്, അതായത് 18%. പിന്നെ ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ, ഫിസിയോളജിക്കലി ഫങ്ഷണൽ adaptation 14%, reduction of risk potential 12%, pharmacological and parenteral therapies 16%. അതുപോലെ ഏറ്റവും കുറവ് വരുന്നത് ബേസിക് കെയർ ആൻഡ് കംഫർട്ട് 9%, സൈക്കോസോഷ്യൽ ഇന്റഗ്രിറ്റി 9%, ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് 9%, പിന്നെ സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ 13%. ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ
നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ പലപ്പോഴും അത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എന്നൊക്കെ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് ഇത് കൂടുതൽ പഠിക്കണം അല്ലെ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ലൈക്ക് ഓരോ ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ മെഡിക്കൽ സർജിക്കൽ അതിനകത്ത് തന്നെ ഓരോ സിസ്റ്റം വൈസ് അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പക്ഷെ നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഇതിനകത്തുനിന്ന് ഈ മാനേജ്മെന്റ് ഓഫ് കെയർ ഇതിനകത്തുനിന്നൊക്കെയാണ് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇതിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മറ്റു വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് NCLEX RN എക്സാമിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. നമ്മൾ ഈ എക്സാമിന് ടൈം എന്ന് പറയുന്നത് ടോട്ടൽ 5 hours ടൈം കിട്ടും ഒരു കാൻഡിഡേറ്റിന്. അതിനകത്ത് നമുക്ക് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് അല്ലെ 1.5 മണിക്കൂർ കൊണ്ട് 2 അല്ലെങ്കിൽ 3, 4, 5 മണിക്കൂർ കൊണ്ട് തീർക്കുന്നവരുണ്ടാകാം. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കാൻഡിഡേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാം തുടങ്ങി ഒരു 1 മണിക്കൂറിനുള്ളിലൊക്കെ തീർക്കുന്ന ആളുകൾ ഉണ്ടാകാം. അതിന് ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ഇത്ര സമയം 5 മണിക്കൂർ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം എന്നൊന്നും ഇല്ല. ഇനി ഇവിടെ മിനിമം 85 ടു മാക്സിമം 150 ക്വസ്റ്റ്യൻസ് ആണ് ഒരു കാൻഡിഡേറ്റ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതായത് മിനിമം 85 ചോദ്യത്തിന് എങ്കിലും ഉത്തരം ചെയ്തിരിക്കണം. ആ മിനിമം 85 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിന് തീരുമാനിക്കാൻ പറ്റി വെദർ ദിസ് കാൻഡിഡേറ്റ് ഈസ് പാസിംഗ് ഓർ ഫെയിലിംഗ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനമാകുന്നത് വരെ ക്വസ്റ്റ്യൻസ് കാൻഡിഡേറ്റിന് കിട്ടിക്കൊണ്ടിരിക്കും, അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഈ 85 മിനിമം നമ്പർ 85 ക്വസ്റ്റ്യനകത്ത് 52 എണ്ണം എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പൊ നമ്മൾ കണ്ട ആ കോണ്ടന്റ് 8 കോണ്ടന്റ് ഏരിയാസിൽ നിന്നുള്ള സ്റ്റാൻഡ് അലോൺ ഐറ്റംസ്. സ്റ്റാൻഡ് അലോൺ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഇറ്റ് സ്റ്റാൻഡ്സ് അലോൺ. ഓരോ ചോദ്യങ്ങളും മറ്റൊരു ചോദ്യവുമായിട്ട് ബന്ധമില്ലാത്ത 52 ചോദ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇത് പൊതുവെ ഒരു സെക്കൻഡ് ടൈപ്പിലാണ് വരുന്നത്. കൂടുതലും ഈ കേസ് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള അതാണ് അടുത്ത ഒരു ടൈപ്പ്. ഒരു 85 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന ഒരാളിന് തീർച്ചയായിട്ടും ഒരു 3 കേസ് സ്റ്റഡീസ് അറ്റൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ ഈ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സിങ്ങിനൊക്കെ പഠിച്ച കേസ് സ്റ്റഡി, കേസ് എഴുതുക അല്ലെങ്കിൽ പേഷ്യൻ്റെ ഹിസ്റ്ററി ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക, അങ്ങനെയല്ല. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് തന്നിട്ട് അതിനെ റിലേറ്റ് ചെയ്തുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഒരു കേസ് സ്റ്റഡി മിനിമം 3 കേസ് സ്റ്റഡി ഉണ്ടായിരിക്കും ഒരു 85 ക്വസ്റ്റ്യൻ മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന്. അപ്പോൾ ഈ ഒരു കേസ് സ്റ്റഡിയെ റിലേറ്റ് ചെയ്ത്, ഒരു കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ആ പേഷ്യന്റിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആകാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാകാം, അല്ലെങ്കിൽ ലാബ് റിസൾട്ട്സ് ആകാം, അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ഹെൽത്തിൽ ഉണ്ടായ ചേഞ്ചസ് ആകാം. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ തന്നിട്ട് ഇതിനെ റിലേറ്റ് ചെയ്ത് ഒരു കേസ് സ്റ്റഡിയിൽ നിന്ന് ഒരു കേസ് സ്റ്റഡിയെ ബേസ് ചെയ്ത് 6 ക്വസ്റ്റ്യൻ, അങ്ങനെ 6 × 3 = 18 ക്വസ്റ്റ്യൻസ് കേസ് സ്റ്റഡിയെ റിലേറ്റ് ചെയ്തിട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 52 സ്റ്റാൻഡ് അലോൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഒരു 18 കേസ് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പിന്നെ ഒരു 15 എണ്ണം അൺസ്കോർഡ് പ്രീ ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയും. അപ്പൊ ഇത് ഇപ്പൊ സപ്പോസ് ഞാനൊരു കാൻഡിഡേറ്റ് ആണ്, എക്സാം എഴുതാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്, ഞാൻ ഒരു 85 ക്വസ്റ്റ്യനെ അറ്റംപ്റ്റ് ചെയ്തുള്ളൂ എന്നിരിക്കട്ടെ. അപ്പോൾ അതിനകത്ത് 52 സ്റ്റാൻഡ് അലോൺ ഐറ്റംസ് ഉണ്ടാകും, ഒരു 3 കേസ് സ്റ്റഡിയിലായിട്ട് 18 ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പിന്നെ ഒരു 15 അൺസ്കോർഡ് പ്രീ ടെസ്റ്റ് ഐറ്റംസ്. അപ്പൊ ഇത്
നമ്മൾ ഉത്തരം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇതിന് നമുക്ക് ഈ കാൻഡിഡേറ്റിന് സ്കോർ ഒന്നും കിട്ടുന്നില്ല. നമ്മൾക്ക് പക്ഷെ മനസ്സിലാകത്തില്ല ഇതിലേതാണ് അൺസ്കോർഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതിനാണ് സ്കോർ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ ഇമ്പോർട്ടൻസോടെ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ എന്തിനാണ് ഈ അൺസ്കോർഡ് ആയിട്ടുള്ള ഐറ്റംസ്? ഇത് ഭാവിയിലേക്ക് ഇനി അടുത്ത കാൻഡിഡേറ്റ്സിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത കാൻഡിഡേറ്റ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉടനെ അടുത്ത ഇനി വരുന്ന കാൻഡിഡേറ്റ്സിന് ഇത് കൊടുക്കുമെന്നല്ല. അപ്പൊ ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അതിന് എത്ര കാൻഡിഡേറ്റ്സ് കറക്റ്റ് ആൻസർ ചെയ്തു എന്നതിനെ അനുസരിച്ച്, അപ്പോൾ കൂടുതൽ ആളുകൾ കറക്റ്റ് ആൻസർ തരുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല എന്നാണ്. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പൂളിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെ ഇതൊരു ട്രയലിന് വേണ്ടിയിട്ടാണ് കാൻഡിഡേറ്റ്സിന് തരുന്നത്. അപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ക്വസ്റ്റ്യൻ ഒരു വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ ഇതിനനുസരിച്ച് ഈ ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ച് ഈ ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഈ ലാർജ് ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് ഇവര് ആഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു 15 അൺസ്കോർഡ് പ്രീ ടെസ്റ്റ് ഐറ്റംസ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ടൈപ്സിലേക്ക് പോകാം. അതിനു മുൻപ് ഈ സ്കോറിംഗ് എങ്ങനെയാണ് നമ്മൾ ഇതിന് സ്കോർ ചെയ്യുന്നത്? അപ്പം നമുക്ക് പൊതുവേ നമുക്കറിയാവുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ചോദ്യം കിട്ടുന്നു, ചോദ്യത്തിന് ഉത്തരം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ഉത്തരം ശരിയാണെങ്കിൽ 1 മാർക്ക്, ഉത്തരം തെറ്റാണെങ്കിൽ 0 മാർക്ക്. ഓക്കെ. ഇവിടെ 3 തരത്തിലുള്ള സ്കോറിംഗ് സിസ്റ്റമാണ് ഉള്ളത്. ഓക്കെ. അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ ഒരു ചോദ്യത്തിന് 4 or 5 ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് നമ്മൾ 2 or 3 or 4 കാര്യങ്ങൾ ഉത്തരമായിട്ട് വരുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കറക്റ്റ് ആൻസർ, ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിന് 1 മാർക്ക്. ഒരു ആൻസർ നമ്മൾ എഴുതിയത് തെറ്റിപ്പോയാൽ അതിന് മൈനസ് മാർക്ക് വരും. പക്ഷെ ടോട്ടൽ വരുമ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മളിപ്പോൾ സപ്പോസ് ഒരു 5 പോയിന്റ് നമ്മൾ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്നിരിക്കട്ടെ, അതിനകത്ത് നമ്മൾ 3 എണ്ണം നമ്മൾ എഴുതിയത് കറക്റ്റ് ആണ്, അപ്പൊ നമുക്ക് 3 മാർക്ക് കിട്ടി. പക്ഷെ 2 എണ്ണം എഴുതിയത് തെറ്റിപ്പോയി, അപ്പോൾ നമ്മളുടെ 2 മാർക്ക് കുറഞ്ഞു. അതായത് ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 1 മാർക്കാണ്. യഥാർത്ഥത്തിൽ അവിടെ 5 മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് 1 മാർക്കാണ് നമുക്ക് അവിടെ കിട്ടുകയുള്ളൂ. ഓക്കെ. അപ്പൊ അതാണ് പ്ലസ് മൈനസ്. അപ്പൊ ഇപ്പോ സപ്പോസ് അപ്പൊ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, അപ്പോ ഞാൻ 5 ഉത്തരം എഴുതി, 5-ൽ 5ഉം തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാൻ 5 ആൻസർ ആയിരുന്നു ഞാൻ എഴുതേണ്ടിയിരുന്നത്, ഞാൻ 5-ന് 6 എണ്ണം എഴുതി, 6 എണ്ണം എഴുതി. അപ്പൊ ഇത് 6ഉം തെറ്റാണ്, അപ്പോൾ എനിക്ക് മൈനസ് മാർക്ക് വരുമോ? ഇല്ല, മൈനസ് മാർക്കിൽ പോകത്തില്ല. ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 0-ൽ നിൽക്കും. അപ്പം വീണ്ടും 5 എണ്ണം എഴുതണമായിരുന്നു, ഞാൻ എൻ്റെ 2 എണ്ണം ശരിയുണ്ടായിരുന്നുള്ളൂ, 3 എണ്ണം, 5 എണ്ണം എഴുതിയതിനകത്ത് 2 എണ്ണം ശരിയാണ്, 3 എണ്ണം തെറ്റിപ്പോയി. അപ്പോൾ 2 പ്ലസ് കിട്ടി, 3 മൈനസും വന്നെങ്കിൽ -1-ൽ പോകുമോ? ഇല്ല, 0 ആയിരിക്കും അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ ഓർക്കും, അയ്യോ അപ്പം അതൊരു നഷ്ടമല്ലേ? അല്ല, സത്യത്തില് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലാണ്. ഓക്കെ. ഇനി 0-1 വളരെ ഈസിയാണ്. ഒരു ആൻസർ എഴുതി, അത് കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക്, തെറ്റാണെങ്കിൽ മാർക്കൊന്നുമില്ല. ഓക്കെ. പിന്നെ റാഷണൽ സ്കോറിംഗ്. റാഷണൽ സ്കോറിംഗ് എന്ന് വെച്ചാൽ വീണ്ടും ഒരു ചോദ്യത്തിന് തന്നെ നമ്മൾ ഒരു 3 or 4 പോയിന്റുകൾ ആൻസർ ആയിട്ട് വരുന്നു. പൊതുവെ റാഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റീസൺ, കാരണം എഴുതുക. അപ്പോൾ ഇന്ന ഉത്തരം, ഈ ഉത്തരം വരുന്നു ഇന്ന കാരണം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ്. അപ്പോൾ ഈ കോസും ഇഫക്റ്റും ശരിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടത്തുള്ളൂ. ഒന്നുകിൽ കോസ് അല്ലെങ്കിൽ ഇഫക്റ്റ് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് മാർക്കൊന്നും
കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള സ്കോറിംഗ് ഐറ്റംസ് ആണ് നമ്മൾ NGN NCLEX RNൽ ഉള്ളത്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0-1 സ്കോറിംഗ് റൂളിൽ ആൻസർ ഈസ് either correct or incorrect. Candidates get 1 point for answering correctly and 0 points if they answer incorrect. അതിനകത്ത് നമ്മളുടെ സാധാരണ നമ്മളുടെ ഇപ്പോൾ ഈ സ്റ്റാൻഡ് അലോൺ ഐറ്റംസിനകത്തൊക്കെ വരുന്ന ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സാധാരണയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് കിട്ടും, അത് തെറ്റിപ്പോയ 0 മാർക്ക്. അത്ര. ഇനി പ്ലസ് ഓർ മൈനസ് സ്കോറിംഗ് റൂള് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. Candidates earn points by selecting the correct options, but they lose points by selecting incorrect option. The score for this question is tallied by adding up the correct option points, then subtracting the incorrect option points. If candidates answer more options incorrectly than correctly, the lowest score they can receive is 0. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൂടുതൽ ഇൻകറക്റ്റ് ഓപ്ഷൻ എഴുതിയാലും നിങ്ങൾ നെഗറ്റീവ് മാർക്കിലേക്ക് പോകത്തില്ല. ആ ക്വസ്റ്റിന് നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി പഴയ ക്വസ്റ്റിന് നിങ്ങൾ ഏൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ് എന്ന് കുറയുന്നില്ല. ഇനി റാഷണൽ സ്കോറിംഗ്, ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ക്വസ്റ്റ്യൻസ് അസസിംഗ് റിലേഷണൽ ഓർ പെയ്ഡ് ഇൻഫർമേഷൻ. അവിടെ ബിക്കോസ് ദ ക്വസ്റ്റ്യൻ ഈസ് അസസിംഗ് എ കാൻഡിഡേറ്റ്സ് നോളജ് ഓഫ് ദ കൺസെപ്റ്റ്, ബോത്ത് ആൻസർ ഓപ്ഷൻസ് മസ്റ്റ് ബി കറക്റ്റ്. ഈ കാരണം അല്ലെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് അങ്ങനെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ സ്കോർ ഈസ് 0 മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു കാൻഡിഡേറ്റ് പാസ്സായോ അല്ലെങ്കിൽ ഫെയിലായോ എന്ന് തീരുമാനിക്കുന്നത്? ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ മിനിമം 85 മുതൽ 150 വരെ ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഈ മിനിമം 85 ക്വസ്റ്റ്യൻ എന്തായാലും ഒരു കാൻഡിഡേറ്റ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ 85 ക്വസ്റ്റ്യൻ തീരുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോഴും കമ്പ്യൂട്ടർ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ 85 ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടറിന് തീരുമാനിക്കാൻ പറ്റുന്നു, ഓക്കെ ഈ കാൻഡിഡേറ്റ് ജയിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സാം കഴിഞ്ഞു. ഇനി അന്നേരവും കമ്പ്യൂട്ടറിന് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല കാൻഡിഡേറ്റ് ജയിച്ചോ തോറ്റോ. ഒന്നുകിൽ ജയിച്ചു എന്ന് കമ്പ്യൂട്ടർ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ തോറ്റു എന്ന് കമ്പ്യൂട്ടർ തീരുമാനിക്കുന്നു, അതോടെ എക്സാം കഴിയും. ഇനി 85 കമ്പ്യൂട്ടറിന് ജയിച്ചോ അല്ലെങ്കിൽ തോറ്റോ തീരുമാനിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിട്ടും. 86, 87, 88, 89 ഇങ്ങനെ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോ കമ്പ്യൂട്ടറിന് ഒരു 95% കോൺഫിഡൻസിൽ പറയാൻ പറ്റുന്നു ഈ കാൻഡിഡേറ്റ് ജയിച്ചു അല്ലെങ്കിൽ തോറ്റു, ഇതിലേതെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ക്വസ്റ്റ്യൻസ് നീണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പല കാൻഡിഡേറ്റ്സിൻ്റെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം എനിക്ക് തന്നെ അനുഭവമുണ്ട്. എനിക്ക് ഉണ്ടായിരുന്ന 1-2 കാൻഡിഡേറ്റ്സ് പറഞ്ഞ അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഞാൻ പറയുന്നത്. ചില ആളുകളുടെ വിചാരം എന്ന് വെച്ചാൽ ഈ 85 ക്വസ്റ്റ്യൻ ചെയ്തു, എക്സാം തീർന്നില്ല, അടുത്ത ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ 85 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോറ്റു, അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല. പ്ലീസ് റിമെമ്പർ, നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ ജയിച്ചിട്ടുമില്ല തോറ്റിട്ടുമില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഇതുവരെ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ജയിച്ചോ അല്ലെങ്കിൽ തോറ്റോ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബി മോർ കെയർഫുൾ, ബി മോർ ഫോക്കസ്ഡ്, ഓക്കെ, and try to get that answers correct so that the computer will decide that you are clearing the exam. Okay, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ എക്സാം നീണ്ടുപോകുന്നതനുസരിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ പ്രതീക്ഷ അപ്പോഴും നിൽക്കുന്നു. യു ആർ സ്റ്റിൽ ഓൺ ദ ഗെയിം. ഓക്കെ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, 95% കോൺഫിഡൻസ് ഇന്റർവെൽ റൂൾ. അപ്പോൾ അത് ആ ഒരു ഇത് വെച്ചിട്ട് ഇപ്പൊ 85 ക്വസ്റ്റ്യൻ നമ്മൾ ചില ആളുകൾ പെട്ടെന്നൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ
ഒത്തിരി സ്പീഡിൽ ചെയ്യേണ്ട, ഒത്തിരി നീണ്ടു പോവുകയും വേണ്ട. അപ്പൊ അവിടെ ചിലപ്പോഴൊക്കെ പറ്റുന്നതാണ് മാക്സിമം ലെങ്ത് എക്സാം. എന്നുവെച്ചാൽ ചില ആളുകൾ ഒരു ചോദ്യം വെച്ചോണ്ട് ഇങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും. ഒത്തിരി നേരം ഇരുന്ന് ആലോചിച്ചു സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ചില ആളുകൾ അങ്ങ് 5 മണിക്കൂറും ഉപയോഗിക്കും. അതല്ലെങ്കിൽ ചില ആളുകൾ 150 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ വരാം. കാരണം 150 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന് തീരുമാനിക്കാൻ പറ്റില്ല. 150 ക്വസ്റ്റ്യൻ വരെ ചെയ്തു. അപ്പോൾ അത് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ തീരുമാനമെടുക്കും. ജയിച്ചോ തോറ്റോ എന്നൊരു തീരുമാനം കമ്പ്യൂട്ടർ എടുക്കും. കാരണം വേറെ ക്വസ്റ്റ്യൻ തരാനുള്ള ഓപ്ഷൻ ഇല്ല. അടുത്തതെന്ന് പറയുന്നത് റൺ ഔട്ട് ഓഫ് ടൈം റൂൾ. ചില ആളുകൾ ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ വെച്ച് ഇങ്ങനെ പതുക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് 5 മണിക്കൂർ കഴിയുമ്പോഴും ചിലപ്പം 85 അല്ലെ 100 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിലും താഴെ, അതിലും കുറവ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് സമയം തീർന്നു പോയി. റൺ ഔട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ സമയം തീർന്നു പോയി. അപ്പോഴും കമ്പ്യൂട്ടറിന് തീരുമാനിക്കാൻ പറ്റില്ല ജയിച്ചോ അല്ലെങ്കിൽ തോറ്റോ. അപ്പോൾ സ്വാഭാവികമായിട്ടും തോറ്റതായിട്ട് കമ്പ്യൂട്ടർ പ്രഖ്യാപിക്കും. അപ്പൊ അത് നമ്മൾ ആ പോകുന്ന ഗ്രാഫിനനുസരിച്ചാണ് കമ്പ്യൂട്ടർ തീരുമാനിക്കുന്നത്. എബവ് പാസിംഗ് സ്റ്റാൻഡേർഡിലാണെങ്കിൽ പാസ്സായി എന്ന് തീരുമാനിക്കും കമ്പ്യൂട്ടർ. അതേസമയം എബവ് പാസിംഗ് സ്റ്റാൻഡേർഡ് അല്ല, അതായത് ബിലോ പാസിംഗ് സ്റ്റാൻഡേർഡിലാണ് നമ്മളുടെ ഗ്രാഫ് പോകുന്നതെങ്കിൽ കമ്പ്യൂട്ടർ കാൻഡിഡേറ്റ് തോറ്റതായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി സമയം ഇരുന്ന് ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് സ്പീഡിൽ എന്ന് വെച്ചാൽ ഒത്തിരി ഹറി ആവേണ്ട കാര്യമില്ല. കാരണം മാക്സിമം 150 ക്വസ്റ്റ്യനേ ഉള്ളൂ. നമ്മളൊരു 1 മിനിറ്റ് വെച്ച് എടുത്താൽ പോലും ആവറേജ് സമയം ഞാൻ പൊതുവെ പറയാറുള്ളത് ഒരു 1 മിനിറ്റ് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പൊ 1 മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 1 അല്ലെ 2 മിനിറ്റ്, അതിൽ കൂടുതൽ ഒട്ടും പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റണം. അപ്പൊ നമുക്ക് മോർ ദാൻ ഇനഫ് ടൈം ഉണ്ട് സത്യത്തിൽ. ഓക്കെ, അപ്പൊ അത് ഓർക്കുക. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് ആലോചിക്കാതിരിക്കാനും. അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ പല ആൾക്കാരും റീഡിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ ഇത് ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ഒത്തിരി ഇൻഡെപ്ത് ആലോചിക്കാതിരിക്കുന്നതാണ് ആൻസർ കറക്റ്റ് ആകാൻ സാധ്യത കൂട്ടുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്സിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ ആയിട്ട് 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന് കേസ് സ്റ്റഡീസും മറ്റൊന്ന് സ്റ്റാൻഡ് അലോൺ ഐറ്റംസും. ഓക്കെ, ഈ കേസ് സ്റ്റഡീസ് ഞാൻ അതിൻ്റെ എക്സാമ്പിളൊക്കെ കാണിക്കാം. കേസ് സ്റ്റഡീസിൽ ഇങ്ങനെ ഒരു പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നുണ്ട്. എന്നിട്ട് അതിനകത്തുനിന്ന് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് എക്സ്റ്റെൻഡഡ് മൾട്ടിപ്പിൾ റെസ്പോൺസ് സിസ്റ്റം, ആ പേര് പോലെ തന്നെ എക്സ്റ്റെൻഡഡ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. അപ്പോൾ ഒരു ചോദ്യത്തിന് മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉത്തരമായിട്ട് വരുന്നത്. പല രീതിയിൽ മൾട്ടിപ്പിൾ റെസ്പോൺസ് വരാം. അതുപോലെ എക്സ്റ്റെൻഡഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഉത്തരങ്ങൾ ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓരോ പോയിന്റിലേക്ക് വലിച്ചിടുന്നതിനാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ക്ലോസ്, CLOSED, ക്ലോസ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. സെന്റൻസ് കംപ്ലീഷൻ ആണ് ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഒരു സെന്റൻസ്, അതിനകത്ത് കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ എന്തോ ഒരു ഇൻഫർമേഷൻ ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് ഏത് ഓപ്ഷനാണ് ഏറ്റവും ആപ്റ്റ് ആണ് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് ക്ലോസ് ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഹൈലൈറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുള്ളതിൽ നമ്മുടെ ആൻസർ, ഒരു ചോദ്യം തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഒരു പാരഗ്രാഫ് അതിന് താഴെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് ആൻസർ ആയിട്ട് വരുന്ന ഭാഗം മാത്രം നമ്മൾ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് ആ ഭാഗം ഹൈലൈറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ മാട്രിക്സ് ഓർ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് അത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും. പിന്നെ സ്റ്റാൻഡ് അലോൺ ഐറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേസ് സ്റ്റഡിയുമായിട്ട് റിലേറ്റഡ് അല്ല, ഒറ്റയ്ക്ക് നിൽക്കുന്ന
കുറെ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിനകത്ത് 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ബോട്ടൈക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോസ് ആൻഡ് ഇഫക്റ്റ് 2 സൈഡിൽ ഫില്ല് ചെയ്യാനുണ്ടാകും. അപ്പൊ അതിനകത്ത് ഒരു ഭാഗത്ത് കാരണവും ഒരു ഭാഗത്ത് അതിന്റെ റീസൺ, അതിന്റെ ഇഫക്റ്റും, അങ്ങനെ അതിനാണ്. അപ്പോൾ ഒരു ബോട്ടൈ, നിങ്ങൾക്കറിയുന്ന എന്താണ് ബോട്ടൈ പോലെ ഇരിക്കും അതിന്റെ കോളംസ് വരുന്നത്. പിന്നെ ട്രെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വീണ്ടും ഒരു പേഷ്യന്റിന്റെ കുറച്ച് സമയങ്ങൾ, ചിലപ്പം കുറച്ച് മിനിറ്റ്സ് ആകാം, കുറച്ച് അവേഴ്സ് ആകാം, കുറച്ച് ഡേയ്സിലെ ഒരു പേഷ്യന്റിന്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ ഡിറ്റീരിയോറേഷൻ അല്ലെങ്കിൽ വൈറ്റൽ സയൻസിലോ എന്തിലും ആകാം, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വൈറ്റൽ സയൻസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ട് അതിനെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, അതാണ് ട്രെൻഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. കേസ് സ്റ്റഡി നമ്മൾ നേരത്തെ പറഞ്ഞു. ഈച്ച് കേസ് സ്റ്റഡി ഇൻക്ലൂഡ്സ് എ ക്ലിനിക്കൽ സിനാരിയോ, സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ആൻഡ് 6 questions that require candidates to make multiple decisions. അപ്പോൾ ഒരു കേസ് സ്റ്റഡിനെ റിലേറ്റ് ചെയ്ത് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെയാണ് ഒരു 85 മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരാളിന് 3 കേസ് സ്റ്റഡി ആവറേജ് ഉണ്ടാകാറുണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് എ സ്പെസിഫിക് നമ്പർ ഓഫ് ഓപ്ഷൻസ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഒരു ചോദ്യം ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഈ ചോദ്യമൊക്കെ നിങ്ങൾക്ക് വായിക്കാം. അതിനകത്ത് കണ്ടോ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, സെലക്ട് ദ 4 ക്ലയന്റ് ഫൈൻഡിങ്സ് ദാറ്റ് റിക്വയർ ഇമ്മീഡിയറ്റ് ഫോളോ അപ്പ്. അപ്പൊ ഇവിടെ ഒക്കെ ഇതിനകത്ത് നമ്മൾ 4 എണ്ണം ഇമ്മീഡിയറ്റ് ഫോളോ അപ്പ് ആവശ്യമുള്ള, അപ്പൊ ഇതിനകത്ത് വായിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാം തന്നെ ഫോളോ അപ്പ് ആവശ്യമുള്ളതായിരിക്കും. പക്ഷെ ഇമ്മീഡിയറ്റ് ഫോളോ അപ്പ് ആവശ്യമുള്ള 4 ഫൈൻഡിങ്സ്. ഇതിനകത്ത് നമ്മൾ 4-ന് പകരം 5 എണ്ണമൊക്കെ എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നമ്മളുടെ മൈനസ് മാർക്കിലേക്കൊക്കെ പോകും. ഇവിടെ 4 എണ്ണം, ഫോളോയിങ് ദ ഇൻസ്ട്രക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 4 ഫൈൻഡിങ്സ് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ ഇത് വീണ്ടും കേസ് സ്റ്റഡിയുടെ ഭാഗം തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ട കേസ് സ്റ്റഡിയുടെ ഭാഗം തന്നെയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ക്ലോസ്. ഓക്കെ, ഇവിടെ ക്ലയന്റ് ഈസ് അറ്റ് ഹയസ്റ്റ് റിസ്ക് ഫോർ ഡെവലപ്പിംഗ്. എന്താണ്, സ്ട്രോക്ക് ആണോ, ഹൈപ്പോക്സിയ ആണോ, ഡിസെപ്റ്റമി ആണോ? അപ്പൊ നമുക്ക് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഉത്തരം ശരിയാണെങ്കിൽ 1 മാർക്ക്, ഉത്തരം തെറ്റാണെങ്കിൽ 0 മാർക്ക്. ഓക്കെ, പിന്നെ മാട്രിക്സ് ഗ്രിഡ് ടൈപ്പ്. ഇവിടെ വീണ്ടും ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ആ സെയിം കേസ് സ്റ്റഡിയുടെ ഭാഗം തന്നെയാണിത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പേഷ്യന്റിന് ന്യൂമോണിയ സംശയിക്കത്തക്ക ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ന്യൂമോണിയയോ for each client finding below, click to specify if the finding is consistent with the disease process of pneumonia, urinary tract infection or influenza. ഇവിടെ നമ്മൾ ഫീവർ ഉണ്ടെങ്കിൽ പേഷ്യന്റിന് ന്യൂമോണിയ ആകാൻ സാധ്യതയുണ്ടോ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണോ, അതോ ഇൻഫ്ലുവൻസ ആണോ? അപ്പൊ ഇത് നിങ്ങൾക്ക് തോന്നുവാണ്, ഫീവർ ഉണ്ടെങ്കിൽ ന്യൂമോണിയ ആകാൻ സാധ്യതയുണ്ട്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട്, ഇൻഫ്ലുവൻസയ്ക്ക് ഫീവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ 3 നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതേസമയം ഇപ്പം കോഫ് ആൻഡ് സ്പ്യൂട്ടം നമുക്കറിയാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിൽ കോഫ് ആൻഡ് സ്പ്യൂട്ടം വരേണ്ട ഒരു സാധ്യതയില്ല. അപ്പൊ അത് ക്ലിക്ക് ചെയ്യരുത്. ഇൻഫ്ലുവൻസയിലും കോഫ് ആൻഡ് സ്പ്യൂട്ടം വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതും ക്ലിക്ക് ചെയ്യേണ്ട. അവിടെ ന്യൂമോണിയ മാത്രം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇപ്പൊ കോഫ് ആൻഡ് സ്പ്യൂട്ടത്തിൽ ഞാൻ അറിയാതെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും കൂടെ ക്ലിക്ക് ചെയ്തു പോയി. അപ്പോൾ ആ ആൻസർ തെറ്റാണ്. ഇവിടെയൊക്കെ നമ്മൾ എത്ര ആൻസേഴ്സ് കറക്റ്റ് ആണ്, എത്ര എണ്ണം തെറ്റി. അപ്പം കറക്റ്റായ ആൻസറിന് സ്കോർ കിട്ടും, തെറ്റായ ആൻസറിന് സ്കോർ കുറയുകയും ചെയ്യും. അങ്ങനെ ടോട്ടൽ ആണ് നമുക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. ഇവിടെ മിനിമം ഇതിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ തന്നിട്ടുണ്ട്. ഈച്ച് കോളം മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 റെസ്പോൺസ് ഓപ്ഷൻ സെലക്ടഡ്. അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ ഫീവർ, ഒന്നിനകത്തും ഫീവർ കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാതെ വിടരുത്. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു റെസ്പോൺസ് എങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം.
എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ വീണ്ടും മാട്രിക്സ് ഗ്രിഡിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഇത്. സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇതിനകത്ത് കണ്ടു, ഇതിനകത്ത് ട്രെൻഡ് പല സമയങ്ങളിലെ കാണിക്കുന്നുണ്ട്. സമയങ്ങളിൽ അത് പേഷ്യന്റിന് സംഭവിച്ച ചേഞ്ചസ്, പിന്നെ അതിനകത്ത് കൊടുത്ത നഴ്സിംഗ് ഇന്റർവെൻഷൻ കൊടുത്തിരിക്കുന്നു. ഇത് വേണമോ വേണ്ടയോ, ഇൻഡിക്കേറ്റഡ് ആണോ നോട്ട് ഇൻഡിക്കേറ്റഡ് ആണോ. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് പ്ലേസ് ദ ക്ലയന്റ് ഇൻ എ സെമി ഫോളോവേഴ്സ് പൊസിഷൻ, ഇൻഡിക്കേറ്റഡ് ആണ്, അത് വേണ്ടതാണ് എന്നുണ്ടെങ്കിൽ ഫോളോവേഴ്സ് പൊസിഷനിൽ വെക്കേണ്ട കാര്യമില്ല, അല്ലെ ഫോളോവേഴ്സ് പൊസിഷൻ വെക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നോട്ട് ഇൻഡിക്കേറ്റഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇത് സത്യത്തിൽ നമുക്കൊരു ഓവറോൾ ഒരു ഐഡിയയും നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈസിയർ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് ഒന്ന് ചിന്തിച്ച് കൃത്യമായിട്ട് ശ്രദ്ധയോടെ ക്വസ്റ്റ്യൻസ് വായിച്ച് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതാണ് ഹൈലൈറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇത് വീണ്ടും നമ്മളുടെ കേസ് സ്റ്റഡി തന്നെയാണ്. 78-year-old female patient. Click to highlight the orders that the nurse should consider a priority. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്നു CT സ്കാൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ സെലക്റ്റഡ് ആകും, യെല്ലോ കളറിൽ ഹൈലൈറ്റഡ് ആകും. ലാബ് ടെസ്റ്റ് വേണമെന്ന് നമുക്ക് തോന്നുക. ഞാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കും, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇൻഡ്വെല്ലിംഗ് യൂറിനറി കത്തീറ്റർ വേണം എന്ന് തോന്നുക, നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇല്ല, കത്തീറ്ററിന്റെ ആവശ്യമില്ല, നമ്മൾ ഒന്നുകൂടെ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, സെലക്ഷൻ മാറിപ്പോകും. ഓക്കെ. അതാണ് എക്സാമ്പിൾ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ ആ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് വരെ നമുക്ക് അത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ വൺസ് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് പുറകോട്ട് വന്ന് അയ്യോ അങ്ങനെ അല്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഓർക്കുക. ഇനി എക്സ്റ്റെൻഡഡ് മൾട്ടിപ്പിൾ റെസ്പോൺസ് നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഇങ്ങനെ അതിനകത്ത് നമ്മൾ each assessment click to specify the findings indicates that the client's condition has improved, not changed or worsened. അപ്പോൾ pale skin tone എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റിന്റെ ലക്ഷണമാണോ, ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണോ, അതോ വേഴ്സൻഡ് ആയിട്ടുണ്ട് എന്നുള്ള ലക്ഷണമാണ്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കണം. വായിച്ചിട്ട് ഇവിടെ ഓൾറെഡി പെയിൽ ആയിരുന്നെങ്കിൽ പെയിൽ സ്കിൻ ടോൺ എന്തായാലും ഒരു ഇംപ്രൂവ്മെന്റിന്റെ ലക്ഷണമല്ല, നമുക്ക് ജനറൽ കോമൺ സെൻസിൽ നമുക്കറിയാം. അപ്പൊ അത് ഇവിടെ ഓൾറെഡി പെയിൽ കാലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഴ്സൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെ. അപ്പോൾ അവിടെ നമ്മൾ നോട്ട് ചേഞ്ച്ഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇനി ഓൾറെഡി പെയിൽ പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് പെയിൽ സ്കിൻ ടോൺ പറയുന്നതെങ്കിൽ കണ്ടീഷൻ വേഴ്സൺ ആയി എന്നാണ് അർത്ഥം. ഓക്കെ. അതുപോലെ ഇപ്പോൾ നമ്മൾ റെസ്പിറേഷൻ ഇവിടെ 36 ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ റെസ്പിറേറ്ററി റേറ്റ് 22 ആണ്. റെസ്പിറേറ്ററി റേറ്റ് 36 ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്തെന്നാണോ വേഴ്സൺ ചെയ്തെന്നാണോ? കണ്ടീഷൻ വേഴ്സൺ ആയി, അല്ലെ. റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നത് ഒരിക്കലും ഇംപ്രൂവ്മെന്റിന്റെ ലക്ഷണമല്ല. അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മൾ ഇവിടെ ഇതിനകത്ത് തന്നിരിക്കുന്ന ബേസ് ലൈൻ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ആൻസർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ അതിന്റെ ബാക്കി ഭാഗമാണിത്. വീണ്ടും ഇതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇവിടെ ഓർക്കുക, നമ്മൾ കറക്റ്റ് ഉത്തരത്തിന് 1 മാർക്കും, ഉത്തരം തെറ്റിയാൽ ഇവിടെ മാർക്ക് പോകും. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ഓരോ വിൻഡോ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഓരോരോ സെലക്ഷൻസ് വരുന്നത്. ഇത് വേറൊരു കേസ് സ്റ്റഡിയാണ്. എമർജൻസി കെയറിംഗ് ഫോർ എ 17-year-old മെയിൽ ക്ലയന്റ്. അപ്പൊ അതിനകത്ത് ഇവിടെ കണ്ടു സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ. അപ്പൊ ഇത്ര നമ്പർ എന്ന് പറയുന്നില്ല. അപ്പൊ അതിനകത്ത് നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ അടുത്ത കോളത്തിനകത്തേക്ക് വന്ന് ഇത് സെയിം തന്നെയാണ്. അതിനകത്ത് ഇൻഫർമേഷൻ കുറച്ച് മാറിയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ വൈറ്റൽ സൈൻസ് കാണിച്ചിരിക്കുന്നു. ഇതിനകത്ത് ഇമ്മീഡിയറ്റ് ഫോളോ അപ്പ് വേണ്ടത് എന്താണ്? ഇതിനകത്ത് നോക്കുക, ഏതെങ്കിലും കൂടുതലുള്ളതുണ്ടോ കുറവുള്ളതുണ്ടോ എന്ന് നോക്കുക.
ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇത് ലാസ്റ്റ് ലാബ് ടെസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് ഇമ്മീഡിയറ്റ് ഫോളോ അപ്പ് ആവശ്യമുള്ളത്. ഓക്കെ, ഇത് നമുക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതെല്ലാം ഒരു വിൻഡോയിൽ തന്നെ നമ്മളിത് ഓരോന്നും ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. ഓക്കെ, പിന്നെ ഇത് അതിനകത്ത് തന്നെ ആദ്യ ഭാഗത്തെയാണ് ചോദ്യം. പിന്നെ ഇത് വീണ്ടും ഒരു ക്ലോസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തുനിന്ന് ഏതാണ് ഇതൊക്കെ സത്യത്തിൽ എന്താ പറയുന്നത് കേസ് സ്റ്റഡിയുടെ ഭാഗമാണ്. ഇവിടെ ഇതെല്ലാം കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ട്രെൻഡിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന കേസ് സ്റ്റഡി തന്നെയാണ്. ട്രെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ, ഇവിടെ ഡേ 1 9 മണിക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു, 10 മണിക്ക് ഇങ്ങനെയാണ്, 10:30 ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ട്രെൻഡ് കാണിക്കുകയാണ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻ ഷുഡ് ദ നഴ്സ് ടേക്ക്, സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ. അപ്പോൾ ഇത് പേഷ്യൻ്റെ കണ്ടീഷൻ ക്ലയന്റ് ഡയഗ്നോസ്ഡ് വിത്ത് ക്ലിനിക്കൽ ലാസറേഷൻ ആൻഡ് ലെഫ്റ്റ് സൈഡ് ഹീമോത്രാക്സ് പെർ ദ ഫിസിഷ്യൻ, ക്ലയന്റ് റെഫേർഡ് ഫോർ ഇമ്മീഡിയറ്റ് സർജറി. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നഴ്സ് ഹാസ് റിവ്യൂഡ് ദ നഴ്സസ് നോട്ട്സ് ഫ്രം 10:30. ഇപ്പൊ 10:30 കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്പൊ 10:30 കാണുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അങ്ങനെ ആലോചിച്ച് നമ്മൾ ഉത്തരം എഴുതണം. പിന്നെ ബോറ്റൈ എന്ന് പറയുന്നത്, ബോറ്റൈ ട്രെൻഡ് ഐറ്റംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡ് അലോൺ ഐറ്റംസിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ബോറ്റൈയിൽ സെലക്ട് പെയർഡ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ആ 2 ഭാഗവും കറക്റ്റ് ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ 0-1 ആണ്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരു എണ്ണം തെറ്റിപ്പോയാൽ നമുക്ക് മാർക്കില്ല. ഓക്കെ, ഇത് ബോറ്റൈക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കാം. ആക്ഷൻ ടു ടേക്ക്, ഇത് ഒരു പൊട്ടൻഷ്യൽ ഒരു കണ്ടീഷൻ. അപ്പൊ ഇതിന് 3 ഇങ്ങനെ താഴെ കോളം തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മളൊരു പൊട്ടൻഷ്യൽ കണ്ടീഷൻ, നമ്മൾ ചെയ്യേണ്ട ആക്ഷൻ, അവിടെ എന്താണ് മോണിറ്റർ ചെയ്യേണ്ടത്, എന്താ ഇവിടെ എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടത്, എന്താണ് എന്ത് പാരാമീറ്റർ ആണ് മോണിറ്റർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നുണ്ട് ഇതുപോലെ ഇതിൽ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പൊട്ടൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ബെൽസ് പാൽസി ആണോ, ഹൈപ്പോഗ്ലൈസീമിയ ആണോ, ഇഷ്യൂങ് സ്ട്രോക്ക് ആണോ? അങ്ങനെയാണെങ്കിൽ ബെൽസ് പാൽസി ആണെങ്കിൽ എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടത്, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് മോണിറ്റർ ചെയ്യേണ്ടത്. അപ്പൊ ഇത് 3 ഈ 3 6 2 8 ഇത്രയും കാര്യങ്ങൾ ശരിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഈ NGN NCLEX ആറിലെ ക്വസ്റ്റ്യൻ ടൈപ്സ് വരുന്നത്. നിങ്ങൾക്കൊരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ടോപ്പിക്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അധികം താമസിയാതെ വരാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.